ഏവർക്കും സ്നേഹവന്ദനം. ബൈബിളിനെ സംബന്ധിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് കേൾക്കുകയുണ്ടായി. ബൈബിളിൻ്റെ ചരിത്രപരമായ വൈശിഷ്ട്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതാണ് മൂന്നാമതായിട്ട് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസിനെ കുറിച്ചാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ മുൻകാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളെക്കുറിച്ചോ മുൻകാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ കൃത്യമായിട്ട് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ, ചരിത്രപരമായ സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഉതകുന്ന തരത്തിലാണ് ആർക്കിയോളജിക്കൽ എവിഡൻസിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ഈ എബ്രായ വന്നിരിക്കുന്നത് നദി കടന്നു വന്ന ആളുകൾ എന്നർത്ഥത്തിലാണ്. അങ്ങനെയാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പൊതുവിൽ എബ്രായ ജനങ്ങളെക്കുറിച്ച് അഥവാ യഹൂദന്മാരെക്കുറിച്ച്, അവരാണ് പിന്നീട് യഹൂദന്മാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ സംസാരിച്ച ഭാഷയാണ് എബ്രായ ഭാഷ. ഉദാഹരണത്തിന് തമിഴന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ അവർ തമിഴ് സംസാരിക്കുന്നവരാണ്. അതേപോലെ തെലുങ്കർ എന്ന് നമ്മൾ പറയുമ്പോൾ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആളുകൾ. മലയാളികൾ, നമ്മൾ ശരിക്കും കേരളക്കാരാണ് ദേശീയമായിട്ട്, പക്ഷേ നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്ന പോലെ, നമ്മളെ വിളിക്കുന്ന പോലെ മലയാളികൾ എന്ന് വിളിക്കുന്ന പോലെ എബ്രായർ എന്ന് അവരെ വിളിച്ചത് നദി കടന്നു വന്നിട്ടുള്ള ആ ജനത സംസാരിച്ച ഭാഷയാണ് അവരെ എബ്രായർ എന്ന് വിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പിന്നീടാണ് അവർ യഹൂദ ജാതി എന്നറിയപ്പെടുകയും പിന്നെ ഇസ്രായേൽ എന്നുള്ള പേരിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. അപ്പോൾ എബ്രായർ എന്നുള്ള പദം വന്നതുകൊണ്ട് തന്നെ പൊതുവെ അന്നത്തെ കാലത്ത് ആളുകൾ ധരിച്ചു വച്ചിരുന്നത് ഇതൊരു പ്രത്യേക ജാതി ആയിരിക്കുമെന്നുള്ളതാണ്. അങ്ങനല്ല, അവർക്കന്ന് ജാതിയോ മതമോ ഒന്നുമില്ല. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു, നൊമാഡിയൻസ് ആയിരുന്നു അവർ. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ടെൻ്റടിച്ച് താമസിക്കുക, അവിടുത്തെ കുറേ കാലത്തിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോവുക. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അതിൽപ്പെട്ടതായിരുന്നു ഏബ്രഹാം അല്ലെങ്കിൽ അബ്രഹാം എന്ന് പറയുന്ന ആ വ്യക്തി. ആ അബ്രഹാമിനെ ദൈവം വിളിച്ചു, ആ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു. അങ്ങനെ വന്നിട്ടുള്ള ആ ജനതയാണ് പിന്നീട് യഹൂദ ജനതയായിട്ട് അദ്ദേഹത്തിൻ്റെ 3-ാം തലമുറ, അദ്ദേഹത്തിൻ്റെ തലമുറയല്ല, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഇസാക്കിൻ്റെ തലമുറയല്ല, ആ ഇസാക്കിൻ്റെ മകനായിരിക്കുന്ന യാക്കോബിൻ്റെ തലമുറയാണ് യഹൂദന്മാരായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലായിട്ട് ഒക്കെ പൊതുവെ നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോഴും അബ്രഹാമിനെ നമ്മൾ യഹൂദ ജാതിയുടെ പൂർവ്വപിതാവ് എന്നാണ് പറയാറുള്ളത്. അതാണല്ലോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ജനത അവരുടെ ഭാഷയും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം, അതായത് ബൈബിളിലെ തനാക്ക് എന്ന് പറയുന്ന ഭാഗത്ത് തോറയുടെ ആ ഭാഗത്തുള്ള ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവരാരാണെന്നും അവരെ തൊഴിൽ എന്തായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. കൂടാതെ യോശുവയുടെ പുസ്തകം അതിൻ്റെ 24-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയും ആദ്യ വാക്യങ്ങളിൽ അവർക്ക് എവിടെ നിന്നാണ് ഈ പേരുകളൊക്കെ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എബ്രായ പിതാക്കന്മാരും അവരെ പോലെ ബൈബിൾ പരാമർശിക്കുന്ന വിഷയങ്ങളും കേവലം ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ് എന്ന് ഈ ലിബറൽ ചിന്താഗതിയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ആളുകളും നിരീശ്വരവാദികളൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇത് വെറും ഐതിഹ്യങ്ങളാണ്, കെട്ടുകഥകളാണ്. അങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അവരെക്കുറിച്ച് യാതൊരു വിവരണങ്ങളും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുവാനുമായിട്ട്, മാത്രമല്ല നമ്മുടെ വിശ്വാസ്യത, അത് എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സത്യമാകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സാങ്കല്പികമല്ലെന്നും അവ ചരിത്രത്തിൻ്റെ ഉരകല്ലിൽ ഉരച്ചെടുത്ത ഈടുറ്റ നിർമ്മലവും വ്യക്തതയാർന്നതുമായ ചരിത്ര സത്യങ്ങളാണെന്നും നിരത്തിവെച്ച തെളിവുകളോടെ സ്ഥിരീകരിക്കപ്പെടാൻ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസ് അനിവാര്യമായി വന്നു. അപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കിയോളജിക്കൽ തെളിവുകളുടെ ഭൂഗർഭ ഖനനങ്ങൾ നിമിത്തം നമുക്ക് ഒരുപാട് തെളിവുകൾ കിട്ടുകയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയാർന്നതാണെന്നും അതിനായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിക്കുകയും ആ ഉത്ഖനനങ്ങൾ അല്ലെങ്കിൽ എക്സ്കവേഷൻസ് ഒക്കെ നടത്തുകയും ചെയ്തപ്പോൾ ലഭിച്ച വസ്തുതാപരമായ തെളിവുകൾ ബൈബിളിലെ സംഭവങ്ങളും അത് ചരിത്രകാര്യങ്ങളും ബൈബിളിൻ്റെ ചരിത്ര സത്യങ്ങളെ തെളിയിക്കുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് ലോകത്തിന് ബോധ്യമായി. അതുകൊണ്ട് തന്നെയാണ് ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസ് ബൈബിളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അബ്രഹാം തുടങ്ങിയുള്ള എബ്രായ പുരുഷന്മാർ സാങ്കല്പിക പുരുഷന്മാർ അല്ലെന്നും
ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാർ ആണെന്നും പുരാവസ്തു ഗവേഷണം വഴിയായിട്ട് തെളിയിക്കാനായിട്ട് സാധിച്ചു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള കാര്യം. ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് പലപ്പോഴും സംശയത്തിന് ഇടം നൽകിയതായിട്ടും വേദപുസ്തകപരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാം അറിയുന്ന പോലെ അസീറിയൻ അല്ലെങ്കിൽ അസൂർ രാജാവായിരുന്ന സർഗോൺ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ. അപ്പോൾ ആ സർഗോൺ എന്നുള്ള പേര് ഈ യെശയ്യാ പ്രവചനം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലാതെ വേറെ ലോകപരമായിട്ട് ഒരു റിട്ടൺ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ഒരു തെളിവുകളോ നമുക്ക് നിരത്തി വെക്കാനായിട്ട് സാധിച്ചില്ല എന്നുവരെ ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസിലേക്ക് നമ്മൾ പോകുന്നിടം വരെ. അപ്പോൾ ആളുകൾ അന്ന് വിചാരിച്ചിരുന്നത് ഇത് ബൈബിളിന് തെറ്റിയ ഏറ്റവും വലിയൊരു പെശകാണ്, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല, ആളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല, അതിനാൽ അത് ഭയങ്കരമായിട്ട് ബൈബിളിനെ വിമർശിക്കാനായി ഒരുപാട് ആളുകൾ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിളിൻ്റെ ഐതിഹ്യ സ്വഭാവത്തിന് ഇത് വളരെ ഉത്തമമായ ഒരു ഉദാഹരണമാണെന്നൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്നതായ ആ പുസ്തകത്തിൻ്റെ വോളിയം 8-ൽ സർഗോനെ കുറിച്ചുള്ള ആ പ്രസ്താവന ബൈബിളിന് പറ്റിയ പ്രധാന തെറ്റായിട്ട് കരുതുകയുണ്ടായി. അങ്ങനെയായിരുന്നു ബ്രിട്ടാനിക്ക ബൈബിളിൽ വളരെ കൃത്യമായിട്ട് അവർ അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ അതിൻ്റെ 8-ാം വോളിയത്തിൽ. എന്നാൽ 1843 ശ്രദ്ധിക്കണം, 1843 ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന പോൾ എമിലെ ബോട്ട എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് ആ പ്രദേശത്തുള്ള ഈ സർഗോണിന്റെ ആ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദത്തിന് ശേഷം ഇവൻ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അവിടെ വീട് വെക്കാനായിട്ട് കുഴിച്ചപ്പോൾ ഒരു തലോട്ടി കിട്ടിയതായിട്ട് അറിയിച്ചു. അപ്പൊ ഈ ബോട്ട എന്ന് പറയുന്നതായിട്ടുള്ള ആ മെഡിക്കൽ ഡോക്ടർക്ക് അതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ, ഗവേഷണം നടത്താനായിട്ട് വലിയ താല്പര്യം ഉണ്ടാകുകയും അദ്ദേഹം അസൂറിന്റെ തലസ്ഥാനമായിരുന്ന നിനവയിൽ നിന്നും 25 കിലോമീറ്റർ കിടക്കുന്നതായിട്ടുള്ള ഒരു ഡെർ സറൂക്കിൻ എന്ന് പറയുന്ന ആ ഇന്നത്തെ കാലത്തിൽ ആധുനികമായിട്ട് ഖോർസാബാദ് എന്ന് വിളിക്കപ്പെടുന്നതായ ആ സ്ഥലത്ത് വരികയും അവിടെ ഖനനം നടത്തുകയും ചെയ്തു. അവിടെ എക്സ്കവേഷൻ നടത്തിയ സമയത്ത് 25ഓളം ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന സർഗോന്റെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ യെശയ്യാവ് 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന സർഗോൺ ക്രിസ്തുവിന് മുമ്പ്, അതായത് BC 722 മുതൽ 705 വരെ വാണിരുന്ന സർഗോൺ രണ്ടാമനാണെന്ന് തെളിയിക്കപ്പെടുകയും ഉണ്ടായി. ഇദ്ദേഹമാണ് ഈ സർഗോൺ എന്ന് പറയുന്ന സർഗോൺ രണ്ടാമൻ. ഇദ്ദേഹമാണ് ശമരിയയുടെ ഉപരോധം പൂർത്തിയാക്കിയത്. മാത്രമല്ല ഇസ്രായേലിനെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി അവരെ അസൂറിൽ പാർപ്പിക്കുകയും ചെയ്ത സർഗോൺ രണ്ടാമൻ ഇദ്ദേഹമാണ്. അപ്പോൾ ബൈബിളിന് തെറ്റുപറ്റിയില്ലെന്ന് മാത്രമല്ല ബൈബിൾ ഒരു ഇതിഹാസ കഥാപാത്രമോ കുറിപ്പുകളോ ആണെന്നല്ല, മറിച്ച് ലോക ചരിത്രത്തിന്റെ നാഴികക്കല്ലാണെന്നും തെളിയിക്കപ്പെട്ടു. ഒരു പക്ഷെങ്കിൽ ബൈബിളിലെ യെശയ്യാ പ്രവചന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സർഗോനെ കുറിച്ച് പറഞ്ഞിരുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒരു ഗവേഷണം നടത്താൻ ബോട്ടയ്ക്ക് സാധിച്ചിരുന്നില്ലെങ്കിൽ ലോകം അങ്ങനെ ഒരു രാജാവ് ഭരിച്ചതായിട്ട് അറിയുകയില്ലായിരുന്നു. പല മറഞ്ഞു കിടക്കുന്ന ചരിത്ര സത്യങ്ങളെ ഖനനം ചെയ്ത് എക്സ്കവേഷൻ നടത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചരിത്ര വസ്തുതപരമായിട്ട് തെളിയിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസ്, അതാണ് മൂന്നാമതായിട്ട് നമ്മൾ ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ ബൈബിളിന് ഒരു കാരണവശാലും തെറ്റുപറ്റുകയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം ചരിത്രപരമായിട്ട് സാധൂകരിക്കപ്പെടുന്നതാണ്. അതിനകത്തെ കഥാപാത്രങ്ങളൊന്നും ഐതിഹ്യ കഥാപാത്രങ്ങളല്ല, അതിനൊക്കെ ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനാൽ തെളിയിക്കുകയുണ്ടായി. ഇനി നാലാമതായിട്ട് നമ്മൾ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ സർവ്വജനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹിത്യമാണ്. ബൈബിളിനെ എന്തുകൊണ്ടാണ് സർവ്വജനീയ സാഹിത്യം എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത് പഠിക്കുവാനുള്ള അവകാശം സർവ്വജനകീയമാണ്, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. ഇത് പണ്ഡിതനെന്നോ പാമരനെന്നോ സവർണനെന്നോ അവർണനെന്നോ അവനെ യഹൂദനെന്നോ യഹൂദേതരനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. എല്ലാ മനുഷ്യർക്കും വായിക്കാനും പഠിക്കാനും അവകാശപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാവർക്കും വായിക്കുവാൻ അവകാശമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുക്കളും അവരുടെ തന്നെ ദാസന്മാരായിട്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരുന്ന ശൂദ്രന്മാർ പോലും
അന്ന് ഈ വേദങ്ങൾ വായിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അവരെ ശൂദ്രഗണത്തിൽ ഉൾപ്പെട്ടവരാണ്. ചാതുർവർണ്ണയത്തിലെ നമ്മൾ വായിക്കാറുള്ള പോലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, അതിന് താഴെയാണ് ശൂദ്രൻ. പക്ഷേ ഈ ശൂദ്രനും ഇത് വായിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അവർക്ക് ഈ മറ്റുള്ള സവർണരാണ് ഇവർ എന്നൊക്കെ പൊതുവെ പറഞ്ഞാലും ബ്രാഹ്മണന്മാരുടെയൊക്കെ ഇല്ലങ്ങളിൽ വേണ്ടുന്ന ദാസ്യവൃത്തി ചെയ്തു കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഈ ശൂദ്രന്മാർക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ശൂദ്രൻ പോലും ഒരു കാരണവശാലും വേദങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് വളരെയധികം നിഷ്കർഷിച്ചിരുന്നു. അപ്പം എല്ലാ മതഗ്രന്ഥങ്ങളും അന്യമത മനുഷ്യരെ വേദങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്രായത്തിലൊക്കെ സ്കൂളിൽ UP സ്കൂളിലൊക്കെ LP സ്കൂളിലും UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുസാഫത്ത് എന്ന് പറയും. അതായത് ഈ മുസ്ലിം കുട്ടികൾ അവർ അറബി ക്ലാസ്സിലേക്ക് അറബി പുസ്തകമായിട്ട് വരും. അവർ അറബി പുസ്തകം നമ്മളെ കാണിക്കുകയല്ല, അവർ അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അത് എടുക്കുമ്പോൾ അന്ന് അവരുടെ അജ്ഞത കൊണ്ടാണ്. ഇന്നൊക്കെ നമുക്കൊക്കെ വായിക്കാനോ അറിയാനൊക്കെ പറ്റും. അന്ന് അവർ പറയും, ഇത് തുടരുത്, ഇത് തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പൊട്ടും എന്നൊക്കെ. അന്ന് കുഞ്ഞുനാളിൽ അവരും അങ്ങനെയാണ് ധരിച്ചു വെച്ച് അവരെ അങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചത്. എന്നാൽ വേദപുസ്തകത്തിനെ സംബന്ധിച്ച്, ബൈബിളിനെ സംബന്ധിച്ച് ഇത് എല്ലാവരും വായിക്കുവാനും എല്ലാവരും വായിച്ച് കേൾക്കുവാനും ആ വായിച്ച് കേൾക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ആഹ്വാനം ചെയ്യുന്നതാണ് ബൈബിൾ. പുതിയ നിയമത്തിൻ്റെ അവസാന പുസ്തകമായിരിക്കുന്ന വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ ഈ പ്രവചനങ്ങൾ വായിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെ അനുവർത്തികളെയും ശ്രോതാക്കളെയും അനുവാചകന്മാരെയും ഒരുപോലെ ഭാഗ്യവാന്മാരാക്കുന്ന പവിത്ര സന്ദേശമടങ്ങിയ ഏക വേദഗ്രന്ഥമേത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യത്തോടെ പറയണം, അത് വിശുദ്ധ ബൈബിളാണ്. അതാർക്കും വായിക്കാം, അതാർക്കും പഠിക്കാം, അതാർക്കും പാലിക്കാനുള്ള അവകാശമുണ്ട്. അടിമയ്ക്കും ഉടമയ്ക്കും സവർണനും അവർണനും ആര്യനും അസുരനും യവനും ശകനും ദാസനും ബർബരനും ഒരുപോലെ വായിക്കുവാൻ അവകാശമുള്ള ഏക അനുഗ്രഹീത ആധ്യാത്മിക ദൈവിക ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ഇതാർക്കും വായിക്കുവാനും പാലിക്കുവാനും അവകാശമുള്ളത് കൊണ്ടാണ് സർവ്വജനികം എന്ന് നാം ഇതിനെ വിളിക്കുന്നത്. ഇത് സർവ്വജനികമാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് കസ്റ്റോഡിയന്മാരൊന്നുമില്ല. ചില ആളുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യ ഗോളത്തിൽ തന്നെ ചില ചെറുപ്പക്കാരൊക്കെ ഈ അടുത്ത സമയത്ത് ഈ ബൈബിള് ആരെങ്കിലും അവിടെ ഇട്ടുപോയി അല്ലെ കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കോപാകുലരാകും. കാരണം ആസിഫ് ഈ ബൈബിള് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് അവരെ സംരക്ഷകരായിട്ട് കർത്താവ് തമ്പുരാൻ ഏൽപ്പിച്ചതുപോലെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ബൈബിള് വേണ്ടിയോ വായിച്ചാൽ മതിയപ്പ, വേണ്ടിയോൻ അത് കൈകൊണ്ടെടുത്താൽ മതി, വേണ്ടിയോൻ അത് വേണമെങ്കിൽ ദൂരത്തെറിഞ്ഞോട്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, യേശുദാസൻ എന്ന് പറയുന്നതായിട്ടുള്ള മാർത്തോമ സഭയിലെ ഒരു അച്ഛനെ സ്നേഹസംവാദം എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് വന്നു. MM അക്ബർ സാഹിബും കൂടെ. അദ്ദേഹം അന്ന് സ്നേഹസംവാദം പരിപാടികളൊക്കെ സ്റ്റേജ് കെട്ടി നടത്തുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഒന്ന് ഇത് തന്നെയായിരുന്നു. അപ്പം യേശുദാസച്ചനാകട്ടെ ഈ കാര്യങ്ങളൊന്നും തന്നെ, ഈ സ്നേഹസംവാദം എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തെക്കുറിച്ച് വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് പുള്ളി വന്നിട്ട് ആദ്യം ഒരു 10-15 മിനിറ്റ് നേരം സംസാരിച്ചു. പാവം വളരെ സ്നേഹത്തോടെ. ബൈബിളിലെ പുള്ളിക്ക് അറിയുള്ളൂ, ബൈബിളിൽ ദൈവം സ്നേഹവാനാണ്, നമ്മളെല്ലാം കർത്താവ് സ്നേഹിച്ചു, നമ്മളെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രസംഗിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് അറിയുന്നത് ഇത് ഡിബേറ്റ് ആയിരുന്നു എന്ന്. അച്ഛന് അന്ന് വൈകിട്ട് വേറെ പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് സന്ധ്യയ്ക്കാണ്. അച്ഛൻ അങ്ങ് അവരോട് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ MM അക്ബർ സാഹിബ് അതങ്ങോട്ട് ബൈബിളൊക്കെ എടുത്ത് അതിൻ്റെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ബൈബിള് മോശമാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ബൈബിൾ എടുത്ത് മേശപ്പുറത്തേക്ക് ഒരു എറിയുന്ന ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴൊന്നും എനിക്ക് വാസ്തവത്തിൽ ഒരു വികാരവും തോന്നി. എന്നറിയാമോ, അദ്ദേഹത്തോട് അതിൻ്റെ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന കർത്താവ് തമ്പുരാനാണ് ചോദിക്കേണ്ടത്, ഞാനല്ലല്ലോ. എന്നോട് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ബൈബിളിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട്, അല്ലാതെ ബൈബിള് സംരക്ഷിക്കാനായിട്ടല്ല. നമ്മളെ ആരെയും കർത്താവ് അങ്ങനെ ബൈബിൾ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. നമ്മളോട് ബൈബിൾ പ്രചരിപ്പിക്കുന്ന സന്ദേശം അത് സാർവലൗകികമാണെന്നുള്ളതും അതിൻ്റെ ആഹ്വാനം തന്നെ സകല ഭൂവാസികളുമായുള്ളവരെ ദൈവത്തിന് ചെവി കൊടുപ്പീൻ എന്ന യെശയ്യാ പ്രവചനം 45:22 പറയുന്ന പോലെ സകല ഭൂവാസികളെ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് സൂക്ഷിച്ചു കൊണ്ടുവന്ന് അലമാരി വെക്കുകയോ ഭദ്രമായിട്ട് ഏതെങ്കിലും കൂട്ടിക്കൊണ്ട് വെക്കുകയോ ചെയ്യാനായിട്ടുള്ള അല്ല വിശുദ്ധ ബൈബിൾ. അത് സാർവജനികമാണ്, അത് സർവ്വ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് സൂക്ഷിക്കേണ്ടിയോ സൂക്ഷിക്കട്ടെ, സൂക്ഷിക്കേണ്ടാത്തവനെടുത്ത് കളഞ്ഞോട്ടെ. അതിനകത്തൊന്നും ആരും അത്ര കോപാകുലരാകുകയൊന്നും വേണ്ട. ഞാൻ അതിൻ്റെയൊക്കെ ചില സ്റ്റോറീസൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത്, സർവ്വജനവുമായിട്ടുള്ളവരെ എല്ലാവരുമേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത്
ദൈവത്തിൻ്റെ വചനമായി കാണണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തുടർന്ന് നമ്മൾ വരുന്ന സമയത്ത് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജാതം ചെയ്തിരിക്കുന്നു. അപ്പം ആ യേശു ക്രിസ്തുവിൻ്റെ ഐഹികമായ അവതാരം കണ്ടുകൊണ്ട് ദൂതന്മാർ പ്രവചിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അത് കേവലം കടലും മലയും കൊണ്ട് അതിർത്തി തിരിച്ച് ഒരു ഭൂവിഭാഗത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമല്ല, മറിച്ച് എല്ലായിടത്തുമുള്ള എല്ലാവരെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാവരോടും അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണിത്. അതുപോലെ ബൈബിളിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക മുക്തിയും അത് പ്രാപിക്കുന്ന സ്വാതന്ത്ര്യവും, ആധ്യാത്മികമായ മുക്തിയും അത് പ്രഖ്യാപിക്കുന്ന സ്വാതന്ത്ര്യവും എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ മനുഷ്യർക്കുള്ളതാണ് അതിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ആകയാൽ പിന്നെയും നിങ്ങൾ അടിമനുഖത്തിന് കീഴിലേക്ക് വീണു പോകരുത്. സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രനെന്ന് യേശു കർത്താവ് തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ പുത്രനായ ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പിന്നെ നമ്മൾ അടിമത്വത്തേക്ക് പോകരുത്. ഇത് സകല മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് അടിമപ്പള്ളിക്കൂടം ആദ്യമായിട്ട് ആരംഭിക്കാൻ തക്കവണ്ണം നമ്മുടെ കേരളത്തിൽ വന്ന മിഷണറിമാർക്ക് ദൈവിക പ്രചോദനമുണ്ടായത്. അവിടെ പഠിച്ചതായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളല്ല, അന്ന് സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ആ പള്ളിക്കൂടങ്ങളൊക്കെ കത്തിക്കാൻ മുൻകൈ എടുക്കുകയായിരുന്നു. കോട്ടയത്തെ പള്ളത്തെന്ന് പറയുന്ന സ്ഥലത്തും മാവേലിക്കരയിലും ആലപ്പുഴയിലുമൊക്കെ അന്ന് തോമസ് നോട്ട് എന്ന് പറയുന്നതായിട്ടുള്ള മിഷണറിയും അതുപോലെ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന മിഷണറിയും ഒക്കെ വന്ന്, അതുപോലെ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറിയൊക്കെ വന്ന് അവർ കഷ്ടപ്പെട്ട് ഈ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അത് അവിടെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്കൂള് കത്തിക്കുന്ന സ്വഭാവമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ചാവറയച്ചൻ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആദ്യമേ പള്ളി എന്നുള്ള കൺസെപ്റ്റ് മിഷണറിമാർ മധ്യ കേരളത്തിൽ കൊണ്ടുവന്നില്ല, അവർ പള്ളിക്കൂടമാണ് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ്? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെങ്കിൽ, ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ, സ്വതന്ത്രരാകണമെങ്കിൽ വിദ്യ കൊണ്ട് മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് ആ മിഷണറിമാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും പല മിഷണറിമാർ കേരളത്തിൻ്റെ മാത്രമല്ല വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ പോയി ഉപദ്രവങ്ങൾ ഏറ്റിട്ടാണെങ്കിലും, ഇന്നലെയും നമുക്കറിയാവുന്ന പോലെ 2 അച്ഛന്മാരെയൊക്കെ അടിച്ചു. കഴിഞ്ഞ 22-ാം തീയതി വേറെ ജോഷി ജോർജ് എന്ന് പറയുന്ന അച്ഛനെ അവിടെ ഒറീസയിൽ വെച്ചടിച്ചു. നമ്മുടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു സ്കൂളിൽ. എന്തുകൊണ്ടാണ്? അവരെ ആർക്കും വേണ്ടാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സമൂഹത്തിൽ തള്ളപ്പെട്ടതായ, മാർജിനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന, ഡൗൺ ട്രോഡനായിട്ടുള്ള ഈ ആളുകളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവരെ സ്വതന്ത്രരാക്കിയാണ് വിദ്യയിൽ കൂടെ. ആ സ്വാതന്ത്ര്യം അത് അനുഭവിക്കുവാൻ അർഹതയില്ല, അവർക്ക് അർഹതയില്ല എന്ന് സവർണരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭരണകൂടങ്ങൾ അവരെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ രേഖകളിൽ അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ ഏത് വിധത്തിലും ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ പട്ടക്കാരെയോ പാസ്റ്റേഴ്സിനെയൊക്കെ അടിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ ഈ അച്ഛന്മാരോടോ സിസ്റ്റേഴ്സിനോടോ ഒന്നുമുള്ള ദേഷ്യമല്ല, പാസ്റ്റേഴ്സിനോടുള്ള ദേഷ്യമല്ല അവർക്കുള്ളത്. മറിച്ച് ഈ താഴേക്കടയിൽ കഴിയുന്നതായിട്ടുള്ള ജനത അവർ സ്വതന്ത്രരാകുന്നു എന്നുള്ള ഭയമാണ് ഈ അച്ഛന്മാരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് അത്തരത്തിൽപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതതിൻ്റെ യാഥാർത്ഥ്യം, അത് മറന്നു പോകരുത്. അപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരോടും ദൈവം അരുളി ചെയ്യുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നത്. എല്ലായിടത്തുമുള്ള എല്ലാവരും സ്വതന്ത്രരാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. ആരും അടിമനുഖത്തിന് കീഴിൽ കുടുങ്ങി പോകരുത് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ബൈബിൾ ഒരു സാർവജനിക സാന്നിധ്യമായി മനുഷ്യവർഗത്തിന് ഒന്നടങ്കം ആഹ്വാനം ചെയ്യുകയും മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുപോലെ നിലകൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇന്ന് വരെ 3 എപ്പിസോഡുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുള്ളവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യരുത്. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഞെക്കിക്കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ആയി പോകും. അതുകൊണ്ട് ദയവുണ്ടായിട്ട് അങ്ങനെ ചെയ്യരുത്. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം.
നിങ്ങൾ ആ നമ്പർ നോക്കിയാൽ അറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. രണ്ടാമത് നിങ്ങളിത് നിങ്ങളുടെ സ്നേഹിതർക്കൊന്ന് അയച്ചു കൊടുക്കണം, നിങ്ങളുടെ കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കണം, നിങ്ങളുടെ വിശ്വാസികൾക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം, ബൈബിളിൻ്റെ മഹത്വം സർവ്വജനവും അറിയണം. അതിനകത്ത് ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വചനം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.